ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ വീഡിയോസ് കവർ ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ മണി മേക്കിംഗ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് പോലെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ബിജോയ്. നിങ്ങൾക്ക് ഫൈനാൻസായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലും എങ്ങനെ ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യാം എന്നുള്ള മെത്തേഡ്സും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇന്ന് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് rumble.com. ഓക്കെ, റംബിൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ നേരെ ജസ്റ്റ് ഗൂഗിളിലൊന്ന് പോയിട്ട് റംബിൾ എന്നടിക്കുക. ഓക്കെ, അപ്പോൾ ഈ പച്ച ഐക്കണുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല, സൈറ്റ് നമ്മളെത്തുന്നു. അപ്പം ഈ rumble.com എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ അത്ര വിചാരിക്കും പോലെ ചെറിയ കാലത്തുള്ള കാര്യമല്ല. കാരണം യൂട്യൂബിനെ പോലെ തന്നെ ഇത് വളർന്നു വരണുണ്ട്. പണ്ട് യൂട്യൂബ് വന്ന സമയത്ത് എന്തോ ഡേറ്റിംഗ് സൈറ്റോ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ യൂട്യൂബ്. അപ്പോൾ അതിനെ ഇപ്പം ഡെവലപ്പാക്കി ഇത്രയും കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അതായത് പണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു 5-6 വർഷം മുമ്പൊക്കെ ഓരോരുത്തർ അക്കൗണ്ട് തുടങ്ങിയിട്ടിട്ട് അവരിപ്പോൾ നല്ല ഒരു ഗ്രോത്തിലെത്തിയിട്ടുണ്ട്. അതേപോലെ ആയിരിക്കും ഈ റംബിളും. നമ്മൾ ചുമ്മാ ഒരു അക്കൗണ്ട് തുടങ്ങി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ ക്രൈറ്റീരിയാസ് യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ rumble.comന് ഇല്ല. അതായത് കുറേ മോണിറ്റൈസേഷൻ പോളിസി ഇതിന് ഇല്ല. അതായത് യൂട്യൂബിൽ നമ്മളിപ്പം ഒരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കപ്പോൾ ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല, കണ്ടവരുടെ വീഡിയോ ആണ്, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ അതേപോലെ ഇല്ല, സ്റ്റോക്ക് ഫുട്ടേജിനില്ല. കുറേ കാര്യങ്ങൾക്ക് യൂട്യൂബ് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് തരും തോറും ഓരോ പ്ലാറ്റ്ഫോമായിട്ട് അവർ മോണിറ്റൈസേഷൻ കട്ട് ചെയ്ത് പോവുകയാണ്. ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. കാരണം ആൾക്കാർക്ക് ഈസി മെത്തേഡായിട്ട് യൂട്യൂബിൽ നിന്ന് മണി മേക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം അവർ ഓരോരോ പോളിസി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം യൂട്യൂബും നടക്കും, റംബിളും നടക്കും. നമ്മൾ ജസ്റ്റ് ഒരു സെയിം അക്കൗണ്ട്, ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ കൂടെ തന്നെ rumble.comഉം നമുക്ക് തുടങ്ങിയിടാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, കൂടുതലായിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ റംബിൾ എന്ന് പറയുന്ന സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് മൊബൈൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്, അതായത് അമേരിക്കൻ ബേസ്ഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിൻ്റെ അകത്ത് 21 hours 47.5K വ്യൂസ്. ഓക്കെ, ഇതിനൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്കൊരു 10,000-ന് മേളിൽ ഓരോ മാസവും നിങ്ങൾക്ക് ട്രാഫിക്ക്, അതായത് ആൾക്കാരെ കാണിപ്പിക്കാൻ കണക്കിനുള്ള കണ്ടൻറ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ഓക്കെ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പുതിയൊരു ആളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്കിങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ സെക്ഷൻസ് ഉണ്ട്. ഗെയിമിംഗ് ഉണ്ട്, ലൈവ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊക്കെ യൂസ്ഡ് ക്ലിപ്സ് ആണ്. ഓക്കെ, വൈറലുണ്ട്, അതായത് ഇപ്പോൾ ഇട്ടപ്പോൾ വൈറലായ വീഡിയോസ്. ഓക്കെ, കണ്ടോ, 1 day. ഇതിൻ്റെ അകത്ത് ഫിനാൻസ് ഉണ്ട്, ലീഡർ ബോർഡ്, വ്ളോഗ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും. നേരെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ വിത്ത് കൊടുക്കാം. നിങ്ങൾക്കല്ലാതെ ഇമെയിൽ ഓർ യൂസർ നെയിം കൊടുത്ത് നിങ്ങൾക്കല്ലാതെ കയറാം. അപ്പോൾ അക്കൗണ്ട് ഉള്ളവർക്ക്, അല്ലാത്തവർ സൈനപ്പ് കൊടുക്കുക. അപ്പോൾ ഫ്രീ അക്കൗണ്ട് സൈനപ്പ് കൊടുത്തതിന് ശേഷം ഫ്രീ അക്കൗണ്ട് ഉണ്ട്, പബ്ലിഷർ, ബിസിനസ്. അപ്പം നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഫ്രീ അക്കൗണ്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മനസ്സിലായില്ലേ? ആദ്യം നിങ്ങൾ ഫ്രീ അക്കൗണ്ട് തന്നെ തുടങ്ങാം. ആഡ് സപ്പോർട്ടഡ് എല്ലാം ഉണ്ട്. നിങ്ങൾ ചാനലിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അക്കൗണ്ട് രജിസ്ട്രേഷൻ്റെ നെയിമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ അക്കൗണ്ട് എൻ്റെ പേര് ബിജോയ് ആണല്ലോ, അപ്പം നമ്മൾ ബിജോയ് എന്ന് അടിക്കുകയാണ്. ഓക്കെ, അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ കൺട്രി അത് ഏതാണെന്ന്, ഇന്ത്യ ആണെന്നെങ്കിൽ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. റെഫർ അതൊന്നും വേണ്ട. യൂസർ നെയിമും പാസ്വേഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുവഴിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഗൂഗിൾ വെച്ച് തുടങ്ങാം. അതാകുമ്പം വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, ഈസി ആയിട്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഗൂഗിൾ ആകുമ്പോഴേ നമുക്ക് പാസ്വേഡും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങി, ജസ്റ്റ് മിയാവ് എന്നുള്ള ചാനൽ.
എന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അടിച്ചു കൊടുക്കണമല്ലോ, ബർത്ത് ഡേറ്റ്. ഓക്കെ ഓക്കെ, മന്ത് ജാനുവരി ഇവിടെ. ഓക്കെ, ഇത്രയും നിങ്ങൾ ഫിനിഷ് ചെയ്യുക. യൂസർ നെയിം മസ്റ്റ് ഓൺലി കണ്ടെയ്ൻ ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ്. സ്പേസ് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്പേസ് കട്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പം ആരോ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഞാനപ്പം ജസ്റ്റ് മിയാവോ ഫണ്ണി എന്നറിയിക്കാം. ജസ്റ്റ് മിയാവോ ഫണ്ണി യൂസർ നെയിം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഒരു ക്ലിക്ക് ബട്ടൺ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിനിഷ് എന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യണമല്ലോ നമ്മുടെ ഇമെയിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ ജിമെയിലിൽ പോവുക. ഓക്കെ, ജിമെയിലിൽ പോകുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പിൽ തന്നെ മെയിൽ കാണാൻ പറ്റുന്നുണ്ടോ, റംബിൾ പ്ലീസ് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്, ക്ലിക്ക് ഹിയർ ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിയും. ഓക്കെ, കൺഗ്രാജുലേഷൻ, യു ഹാവ് റംബിൾ ക്രിയേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, ഓൾറെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് ഓവർവ്യൂ. ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, ഏണിങ്സും ഇല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സിങ്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് വന്ന് അപ്ലോഡ് ചെയ്യണ്ട. നിങ്ങൾ ഒറ്റ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ മതി, ആ വീഡിയോ ആ ഡേറ്റ് അനുസരിച്ച് ഇതിലോട്ട് വരും. മനസ്സിലായോ? അതായത് നിങ്ങൾ യൂട്യൂബിൽ മാത്രം ഇട്ടാൽ മതി, നേരെ ഇതിൻ്റെ അകത്തും വരും. അതായത് ഡബിൾ രണ്ടിലും പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഇതിലോട്ട് നേരെ ചെന്ന് നമ്മുടെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓരോ പ്രാവശ്യം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം, യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം, വേണ്ട. അപ്പം നമുക്ക് നേരെ യൂട്യൂബ് ചാനൽ സിങ്ക് ഉള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. കാരണം മലയാളത്തിലെ കണ്ടൻറ്റ്സ് നിങ്ങൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം rumble.com മലയാളികൾ വലുതായിട്ടൊന്നും കയറത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, ഇനി നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് വലത്തെ സൈഡിൽ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ചാനൽസ്, ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്ന് കൊടുക്കുക. എവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ? നമുക്ക് ചാനലിൻ്റെ നെയിം, ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, അത് നമുക്ക് നമ്മുടെ ഫോട്ടോ, നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, ട്വിറ്ററിൻ്റെത്, ഇൻസ്റ്റാഗ്രാം, tumblr.com, അത് നമ്മൾ മലയാളികൾ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുക. ഞാൻ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ എൻ്റെ നിന്ന് പോയി ഒരു കാരണവശാൽ. അപ്പം നിങ്ങളെല്ലാം ഇത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലായി. പിന്നെ എന്താണ്ട് ഈ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൻ്റെ വെരിഫിക്കേഷൻ മാത്രമാണ്. യൂട്യൂബ് ചാനൽസിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, പേര് അടിക്കേണ്ട, നിങ്ങൾക്ക് മറ്റേ അതായത് DP-യോ അതായത് പ്രൊഫൈൽ ഫോട്ടോയോ ഒന്നും വേണ്ട, അതിൽ നിന്ന് നേരെ ആയിക്കോളും. ഇല്ലാത്തവർക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് യൂട്യൂബിനെ പോലെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ടൈറ്റിൽ എന്താണോ വീഡിയോ ഇടാൻ പോകുന്നത് ആ ടൈറ്റിൽ ഏതൊക്കെ വീഡിയോസ് ഇനി യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഗെയിമിംഗ് വീഡിയോസ് കാണാറുണ്ട്. അതായത് ലൈവ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ നമുക്ക് സംസാരമൊന്നും ഇല്ലാതെ ഇടുകയാണെങ്കിൽ ആൾക്കാരുടെ എൻഗേജ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫണ്ണി വീഡിയോസാണ്. അതായത് വൈറലായിട്ടുള്ള ഫണ്ണി വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങൾ നേരെ നിങ്ങളുടെ യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ പോയതിന് ശേഷം ഫണ്ണി ക്യാറ്റ്സ് വീഡിയോസ് എന്ന് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാണ്. അതായത് പൂച്ചകളുടെ വീഡിയോ ഫണ്ണി. അപ്പം ഇതാ നമുക്ക് നോക്കാം, ഈ 1 days ago 29K വ്യൂസ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും. അപ്പം നിങ്ങൾ ഈ ഫിൽറ്റേഴ്സ് എന്ന് യൂട്യൂബ് ഡെസ്ക്ടോപ്പിൽ മാത്രമാണോ അത് എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ ക്രിയേറ്റീവ് കോമൺസ് നമ്മുടെ മൊബൈലിൽ കാണിക്കത്തില്ല. അപ്പം നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കും, ചിലപ്പോൾ ആയിരിക്കാം. അപ്പം നിങ്ങൾ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് കോമൺസ്. ഈ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് ഈ വീഡിയോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആർക്കും നമുക്ക് ലൈസൻസ് അവർ തന്നെ തരികയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പം ഈ വീഡിയോ ചിലപ്പം ആയിരിക്കാം, നമുക്ക് നോക്കട്ടെ. ഓക്കെ, അതാ നമ്മൾ ജസ്റ്റ് ഇത് എടുത്തതിന് ശേഷം ഇത് താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ലൈസൻസ്, ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ ലൈസൻസ്, റീയൂസ് അലൗഡ്. ഇത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് ഈ വീഡിയോനെ. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ
ഫോമിൽ തന്നെ നമ്മുടെ വീഡിയോ അതിലോട്ട് അപ്ലോഡ് ചെയ്യരുത്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വീഡിയോ, ഇപ്പം സ്പോർട്സ് ആണെങ്കിൽ, ഇപ്പം സ്പോർട്സ് വീഡിയോസ് ആണെങ്കിൽ അവിടെ ഫിൽറ്ററിൽ ചെന്നിട്ട് ക്രിയേറ്റീവ് കോമൺസ് അടിക്കുമ്പോൾ സ്പോർട്സിൻ്റെ കിട്ടും. ഏതെങ്കിലും ഏത് വീഡിയോ ആയാലും ക്രിയേറ്റീവ് കോമൺസ് ഇട്ട് തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പം നമുക്കിത് റീയൂസ് അലൗഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചാനലുകാരൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് അപ്പോൾ റൈറ്റ് ക്ലിക്ക് അല്ല, സോറി, ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ലിങ്ക് കോപ്പി ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ഡൗൺലോഡ്, അതായത് ഫുൾ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ Y2 മേറ്റിൽ വരിക. Y2 മേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. Y2 മേറ്റ് ജസ്റ്റ് ക്രോമിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ സൈറ്റ് തന്നെയാണ് അവരത് y2mate.com. അവരുടെ സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ ഈ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ ഓപ്ഷൻ, ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിടണേ. ഇല്ലെങ്കിൽ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അമ്മാതിരി പരസ്യമാണ്. അപ്പം നമുക്ക് MB4 ഉണ്ട്. ഫുൾ HD നമുക്ക് 232 MB. ഓക്കെ, 232 MB ഉണ്ട്. ഈ പരസ്യങ്ങളൊക്കെ കയറി വരും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. 232 MB ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആയത് ഷോർട്ട് കട്ട് ഉണ്ട്. PC-യിലാണെങ്കിൽ, ഇതിലാണെങ്കിൽ മൊബൈലിലാണെങ്കിൽ U-Cut ഉണ്ട്. അപ്പോൾ U-Cutൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഷോർട്ട് കട്ടിലും കുറേ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെ ഒരു 30 അല്ലെങ്കിൽ 45 സെക്കൻഡ് വീഡിയോസ് ആക്കാം. 45 സെക്കൻഡുള്ള വീഡിയോസ് ആക്കാം. ഇതിൻ്റെ അകത്തു നിന്നുള്ള ഇപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ മ്യൂസിക് കട്ട് ചെയ്യാണ്, കോപ്പിറൈറ്റ് ചിലപ്പം കിട്ടിയാലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടേ, ഇപ്പോൾ ഇതൊരു ഫണ്ണി വീഡിയോ ആണ്. അതായത് ഇപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന, കാരണം കുറേ വൈറലായിട്ടുള്ള വീഡിയോ ആണ്. ഇതാണ് ഇത് കണ്ട, സിംഹം വന്നപ്പം പൂച്ച താഴെ വിടുന്നത്. അപ്പം ഇതേപോലെ നമുക്ക് 2-3 ക്ലിപ്സിനെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് മ്യൂസിക് ഒരു ഫണ്ണി ആയിട്ടുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ കിട്ടും. ഫണ്ണി കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അതായത് കോപ്പിറൈറ്റ് ഫണ്ണി കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് അടിക്കുമ്പോൾ ഇഷ്ടം പോലെ ഷോ ചെയ്യും. ഇതിനകത്ത് നല്ല നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഇതെടുത്തിട്ട് ഇതും അതേപോലെ Y2 മേറ്റ് വെച്ചിട്ട് അവിടെ MB4 പകരം MB3 എന്നുള്ള ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ U-Cutോ ഷോർട്ട് കട്ടോ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ബിഗിനേഴ്സിന് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര മണി ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. എത്ര മണി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പേഴ്സണലി ഞാനിത് ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് $50 to $100 പെർ മന്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഒരു ആവറേജ് വ്യൂസൊക്കെ ഒരു 10K അങ്ങനെയൊക്കെയുള്ള, നിങ്ങൾ ഡെയിലി വീഡിയോസൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫണ്ണിയുടെ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ സമയത്ത് ചില വീഡിയോസിന് 430K വ്യൂസൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. 430K വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു CPM RPM എന്നൊക്കെ പറയും. അതിൻ്റെതൊക്കെ $0.5 or $1 ആയിരിക്കും 1000-ന്. ഇപ്പം നമുക്ക് 1000-ന് നോക്കട്ടെ, കാൽക്കുലേറ്റർ എടുക്കട്ടെ. 1000 നമ്മളിപ്പം 1000 വ്യൂസിന് നമുക്ക് കിട്ടുന്നത് എത്ര? ഇവിടെ ക്ലിയർ ഓപ്ഷൻ ഇല്ലേ? നമുക്ക് കിട്ടുന്നത് $0.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ $0.5 എന്ന് പറയുമ്പോൾ നോക്കട്ടെ, $0.5 in rupees. ഓ, പോയിൻ്റ് ഇടാൻ മറന്നുപോയി. എന്ത് കഷ്ടം. അല്ലെങ്കിൽ $1 in rupees എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ പോരെ. ഓക്കെ, 81. അപ്പോൾ 40 രൂപ ഇട്ട് കൂട്ടുക. 1000 വ്യൂസ് ആയപ്പോൾ 40 10,000 വ്യൂസ് ആയപ്പം 400 1 ലക്ഷം ആയപ്പോൾ അത് എത്രയായി? 4000 രൂപയായി. അപ്പോൾ ഒരു വീഡിയോ 1 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടി. അപ്പോൾ 30 ദിവസം നിങ്ങൾ ഇടുകയാണ്. ഏതെങ്കിലും വീഡിയോ ഒരു വൈറലായി 500Kയോ അല്ലെങ്കിൽ മില്യൺസൊക്കെ ഇതിൽ അടിക്കാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നുമില്ല. അപ്പോൾ 500K ഒക്കെ നിങ്ങൾക്ക് അടിച്ചെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയായി? 10-20,000 രൂപ ഒരു വീഡിയോ ഒന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതായാലും ഒരു വീഡിയോ എങ്കിലും കയറാതിരിക്കില്ലല്ലോ. കാരണം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡല്ലേ. ജസ്റ്റ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് മെത്തേഡിൽ ചെയ്തിട്ട് നിങ്ങളൊരു 30 ദിവസം പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് വേണമെങ്കിൽ ചെറിയ വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചിട്ട് അങ്ങ് പൊക്കും. വർക്കായില്ലെങ്കിൽ, വർക്കായാൽ പറയാം. ഓക്കെ, വർക്കായെങ്കിൽ എന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഇത് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിത് ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വല്ല മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അതായത് നിങ്ങൾക്കൊരു
10,000-20,000 രൂപ നിങ്ങൾക്ക് ഒരു പാസീവ് മെത്തേഡ്സിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് യൂട്യൂബിൻ്റെ ഓൾട്ടർനേറ്റീവ്സ്, അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് ആണ്. യൂട്യൂബിനെ പോലെ പൈസ തരുന്ന അതർ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് rumble.com, അടുത്തത് കുറേ ഉണ്ട് സൈലൻ്റായിട്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെ തുടങ്ങാം എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ തന്നെ ഒരു കാറ്റഗറിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു 380 അടുപ്പിച്ചിട്ടുള്ള വ്യൂസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ടാർഗറ്റ് അവർ 1000 വ്യൂസ് മതി മോണിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ആ 1000 വ്യൂസ് എത്തിയിട്ട് മോണിറ്റൈസ് ആവൂ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം അതുവരെ ബൈ ബൈ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.